ഏറെക്കാലം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ പോലീസുകാർ പ്രതികളായി. നിരപരാധിയായ യുവാവിനെ ഇടിച്ചു ചതയ്ക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവം നടന്നത് കുന്നംകുളത്താണ്. പ്രതി ചേർക്കപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് നേതാവും. ആ സംഭവകഥ ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കുന്നംകുളം സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്ത നടപടിക്ക് പിന്നാലെയാണ് മർദ്ദനത്തിൻ്റെ ക്രൂര ദൃശ്യങ്ങളും പുറത്തുവന്നത്. ഏറെക്കാലം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതിയും വിവരാവകാശ കമ്മീഷനും നേരിട്ട് ഇടപെട്ടാണ് 2023 ഏപ്രിലിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. നിയമചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ നടപടികളിലൂടെയാണ് കോടതി പോലീസുകാരെ പ്രതികളാക്കി കേസെടുത്തത്. 2023 ഏപ്രിൽ 5-ന് ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയതാണ് പ്രകോപനമായത്. സുജിത്തിനെ SI നൂഹ്മാൻ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് അർദ്ധനഗ്നനാക്കി സ്റ്റേഷനിലെ ഇടിമുറിയിലെത്തിച്ചു. തുടർന്ന് SI നൂഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. ബാക്കി കഥ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസിനെ ഉപദ്രവിച്ചെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ആരോപിച്ച് വ്യാജ FIR തയ്യാറാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു നീക്കം. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമായതോടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാറുണ്ടായെന്ന് കണ്ടെത്തി. തുടർന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും സുജിത്ത് പരാതി നൽകി. പോലീസുകാർ പ്രതികളായ കേസായതിനാൽ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു നടപടികൾ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ സുജിത്തിനെ 5 പോലീസുകാർ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിരുന്നു. പോലീസിനെതിരെ സുജിത്ത് നടത്തിയ ധീരമായ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് L ജയന്ത് ഉത്തരവിട്ടത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.